ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ബിഗ് ബോസ് താരം ജിൻഡോയെയും സിനിമാ നിർമ്മാതാക്കളുടെ സഹായി ജോഷിയെയും എക്സൈസ് വകുപ്പ് ചോദ്യം ചെയ്തു. മുഖ്യപ്രതി തസ്ലീമ സുൽത്താനിയയുമായി നടത്തിയ സാമ്പത്തിക ഇടപാടിനെ തുടർന്നാണ് ഇരുവരെയും ചോദ്യം ചെയ്തത്. തസ്ലീമയുമായി ലഹരി ഇടപാടുകൾ ഇല്ലെന്നാണ് ഇരുവരും പറഞ്ഞത്. എന്നാൽ പല കാര്യങ്ങളും പറഞ്ഞ് തസ്ലീമ പണം വാങ്ങിയിട്ടുണ്ടെന്ന് ഇരുവരും അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ചോദ്യം ചെയ്യലിന് ശേഷം രണ്ടുപേരെയും വിട്ടയച്ചു. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ കൂടുതൽ കണ്ണികളെ കണ്ടെത്താനാണ് സിനിമാ മേഖലയിലേതടക്കം നിരവധി പേരെ എക്സൈസ് ചോദ്യം ചെയ്യുന്നത്. ഇന്ന് ബിഗ് ബോസ് താരം ജിൻഡോ, സിനിമാ നിർമ്മാതാക്കളുടെ സഹായി ജോഷി എന്നിവരെയാണ് എക്സൈസ് വിളിച്ചു വരുത്തിയത്. കേസിലെ മുഖ്യപ്രതി തസ്ലീമ സുൽത്താനയുമായി ഇരുവർക്കുമുള്ള ബന്ധവും സാമ്പത്തിക ഇടപാടുകളിലും വ്യക്തത വരുത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. രാവിലെ 10 മണിയോടെയാണ് സിനിമാ നിർമ്മാതാക്കളുടെ സഹായി ജോഷി എക്സൈസ് ഓഫീസിൽ ഹാജരായത്. തസ്ലീമയുമായി 6 വർഷത്തെ പരിചയമുണ്ടെന്നും എന്നാൽ ലഹരി ഇടപാടുകളില്ലെന്നും ജോഷി പറഞ്ഞു. 6 വർഷമായിട്ട് ആള് പരിചയമുണ്ട് നമ്മളോട്. അതൊരു ഫിലിമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു കോർഡിനേറ്റർ ആണെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് കോണ്ടാക്ട് ചെറിയ എമൗണ്ട് ഒക്കെ 100, 200 അങ്ങനെയുള്ളത് മാത്രമേ. രാവിലെ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും വൈകിട്ട് 3 മണിയോടെയാണ് ബിഗ് ബോസ് താരം ജിൻഡോ ചോദ്യം ചെയ്യലിനെത്തിയത്. നിരവധി പേരെ വിളിപ്പിച്ച കൂട്ടത്തിലാണ് തന്നെയും വിളിപ്പിച്ചതെന്നായിരുന്നു ജിൻഡോയുടെ പ്രതികരണം. ഇവിടെ 10,000 ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരാൾ നമ്മളത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ആരുമല്ല. ഇന്നലെ ചോദ്യം ചെയ്യലിനു ശേഷം ഷൈൻ ടോം ചാക്കോയെ തൊടുപുഴയുള്ള ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. ഷൈൻ ചികിത്സയോട് സഹകരിക്കുന്നുണ്ടോ എന്ന് എക്സൈസ് സംഘം നിരീക്ഷിക്കുന്നുണ്ട്. ചികിത്സാ കാലയളവ് പൂർത്തിയാക്കിയില്ലെങ്കിൽ ഷൈനിന് നിയമസംരക്ഷണം ലഭിക്കില്ലെന്ന് ആലപ്പുഴ എക്സൈസ് കമ്മീഷണർ വിനോദ് കുമാർ പറഞ്ഞു. ഷൈനിന് ഈ പറഞ്ഞ പോലെ അഡിക്ഷന്റെ ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു. ആ അഡിക്ഷൻ വിഷയം അഡ്രസ്സ് ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മൾ ഒരു ഹോസ്പിറ്റൽ സജസ്റ്റ് ചെയ്യും. അവർക്ക് ആ ഹോസ്പിറ്റല് ബോധ്യമാവുകയും ചെയ്തതിന്റെ മുറയ്ക്ക് തൊടുപുഴയുള്ള സേക്രഡ് ഹാർട്ട് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയിരിക്കുകയാണ്. അതിൽ എക്സൈസിന്റെ വിമുക്തിയുടെ ഒരു സൂപ്പർവിഷനും കൂടി ഉണ്ടായിരുന്നു. തസ്ലീമയുടെയും മോഡൽ സൗമ്യയുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിരവധി പേർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, ആലപ്പുഴ.